കോട്ടയം പാലായിൽ ലഹരിക്കായി ഹൃദ്രോഗ മരുന്ന് ഉപയോഗിച്ച യുവാവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ഉള്ളനാട് സ്വദേശി ജിതിൻ ജോസ് ആണ് അറസ്റ്റിലായത്. പ്രതിയിൽ നിന്നും മെഫെൻഡർമൈൻ എന്ന മരുന്നിന്റെ 300 കുപ്പികൾ പിടിച്ചെടുത്തു. ഒരു കുപ്പിക്ക് 500 രൂപ നിരക്കിൽ പ്രതി വിൽപ്പന നടത്തിയതായും പാലാ എക്സൈസ് ഇൻസ്പെക്ടർ ബി ദിനേശ് പറഞ്ഞു. ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, അങ്ങനെ ലഭിക്കുകയും നമ്മുടെ മഫ്റ്റി പാർട്ടിയെ ടിയാൻ്റെ വീടിൻ്റെ പരിസരങ്ങളിൽ നിർത്തുകയും ചെയ്തു. കൊറിയർകാരൻ സാധനമായിട്ട് വന്നപ്പോഴാണ് നമ്മൾ പിടിച്ചത്. കൊറിയർ വഴിയാണ് ഇദ്ദേഹം ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനികളിൽ നിന്നും കൊറിയർ വഴിയാണ് ഈ മരുന്ന് ഇദ്ദേഹം സ്ഥിരമായി കൊണ്ടുവരുന്നത്. ഇത് സിറിഞ്ച് കുത്തിവെക്കുന്നതാണ്. ഇത് ലോ ബ്ലഡ് പ്രഷറിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ഇത് ജിമ്മുകാർക്കും വടംവലിക്കാർക്കും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു മരുന്ന്. ജിമ്മുകാർക്ക് കൂടുതൽ നേരം ഇത് വർക്കൗട്ട് ചെയ്യാനും പറ്റും. വടംവലിക്കാർക്ക് വെയിറ്റ് കുറയും ചെയ്യും ഇത് സ്ഥിരമായി കുത്തിവെച്ചാൽ. ഇത് സ്ഥിരമായി ഉപയോഗിച്ചാൽ ദേഹ തളർച്ച, നാഡീ തളർച്ച പോലുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നാണിത്. ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, ഈ ലഹരിക്കടത്ത് സംഘത്തിന്റെ പരീക്ഷണങ്ങൾ അത് കഞ്ചാവിലും MDMA ഒന്നും നിൽക്കുന്നതല്ല. മറ്റു പല ഹൃദ്രോഗത്തിനുള്ള മരുന്നിലടക്കം ലഹരി കിട്ടുമോ എന്ന് പരീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ വൻതോതിൽ എത്തിച്ച ഈ മരുന്നുകൾ ആർക്കൊക്കെ വിതരണം ചെയ്തു, എങ്ങനെയൊക്കെ ഉപയോഗപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ടാകുമോ? തീർച്ചയായും PC, ഇത്തരത്തിലെ ലഹരി വ്യാപനത്തിൻ്റെ തോത് എത്രമാത്രം വലുതാണെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള പുതിയ സാധ്യതകളാണ് യുവാക്കൾ തേടുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന അറസ്റ്റ്. ഉള്ളനാട് സ്വദേശി ജെഫിനെ പോലീസ് എക്സൈസ് അറസ്റ്റ് ചെയ്തപ്പോൾ 300 കുപ്പിയോളം മെഫെൻഡർമൈൻ എന്ന മരുന്നാണ് പിടിച്ചത്. ഈ മെഫെൻഡർമൈൻ എന്ന മരുന്ന് ഹൃദ്രോഗ ശസ്ത്രക്രിയയ്ക്കായി രോഗികളുടെ ഹൃദ്രോഗ രക്തസമ്മർദ്ദം കുറയാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ്. ഇതുകൂടാതെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ വടംവലി മത്സരത്തിനും അതോടൊപ്പം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവരുമൊക്കെ ഉപയോഗിക്കും. ഇത് ഉപയോഗിച്ച ശേഷം വലിയ രീതിയിൽ രക്തസമ്മർദ്ദം ഉയർന്നു തന്നെ നിൽക്കുന്നത് വലിയ ഉത്തേജനത്തിന് കാരണമാകും. അതൊരു ലഹരി കൂടുതൽ സമയം നിലനിർത്താൻ കഴിയുമെന്നതാണ് ഇത്തരത്തിൽ ഉള്ള ലഹരികളിലേക്ക് യുവാക്കൾ കടക്കാൻ കാരണമെന്നാണ് എക്സൈസ് പറയുന്നത്. ഇത് കൊറിയർ മുഖേന ഹൈദരാബാദിൽ നിന്നും വരുത്തുന്നതാണ് എന്നാണ് എക്സൈസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എന്തായാലും ഇയാൾക്ക് ഇത്തരത്തിലുള്ള ലഹരി വ്യാപനവും വിൽപ്പനയും വിപണനവുമൊക്കെ ഇയാൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടോ എന്നുള്ള രഹസ്യ വിവരം എക്സൈസിന് ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ നിരീക്ഷിച്ചതിൻ്റെ ഇടയിൽ തന്നെയാണ് കൊറിയർ കളക്ട് ചെയ്യാൻ ഇയാൾ എത്തിയപ്പോൾ ഇയാളെ പിടികൂടുന്നത്. എന്തായാലും 1 ലക്ഷം രൂപ വരെ പിഴയും 5 വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഇയാൾ ചെയ്തതെന്ന് പ്രാഥമികമായി തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഇയാളെക്കെതിരെ വിശദമായ നടപടികൾ സ്വീകരിച്ച ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് എക്സൈസ് സംഘം ഇപ്പോൾ അറിയിക്കുന്നത്. ശരി ജോസി.